ആജറ, ഞാനേ കരീമാജിര തേങ്ങയുടെ കായ് കൊടുത്തിട്ട് വരാം. ഏന്നു പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് ഒരു 500 രൂപ എടുത്തിരുന്നു. ഇജ്ജ് എന്ത് പണിയാ ചെയ്തത്? അത് ആചാര്യ കായല്ലേ, അത് ഹക്കാണ്. അതെ, ആ മുജീബിക്കാന്റെ കടയിൽ നമ്മൾ പഴയ പൈസ കൊടുക്കണ്ടല്ലോ 290 രൂപ. അപ്പം അത് കൊടുക്കാതെ സാധനം തരൂല എന്നോര് പറഞ്ഞ്. അപ്പം ആ പൈസ കൊടുത്തു. ബാക്കി ഇതാ 210 രൂപ. ഇനിയിപ്പോൾ 290 റുപ്യ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും? അടച്ചോനെ. സലാമലൈക്കും. അലൈക്കും അസ്സലാം റഹ്മത്തുള്ള. വരി, കയറിയിരിക്കി. ആരാ മനസ്സിലായില്ല? എൻ്റെ പേര് സലാം എന്നാണ്. ഞാൻ കുറച്ച് ദൂരം നിന്ന് വരികയാണ്. എൻ്റെ വീട് പണി നടക്കുകയാണ്. നിങ്ങളെക്കൊണ്ട് കഴിയണ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ നന്നായിരുന്നു. 4 പെൺകുട്ടികളാണ് എനിക്ക്. ഒന്നുമില്ലാത്ത സമയത്തല്ല ഇപ്പം നിങ്ങൾ വന്നത്. പൈസ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല, പൈസ ഉണ്ട്. പക്ഷേ അത് എൻ്റെ കായല്ലേ, വേറെ ആളുടെ പൈസ. എന്നാലും അതിൽ നിന്ന് ഞാനും കുറച്ചെടുത്ത് ചിലവാക്കിക്കണം. ഇതുണ്ട്, ഉള്ളത് വെച്ചോളി. ഒക്കെ സന്തോഷമായി നടക്കുന്നു. ഒക്കെ പടച്ചോ ഒരു വഴി ഉണ്ടാക്കി തരും. അൽഹംദുലില്ലാ. ഇത് ഞങ്ങൾ കരയേ. ഞാൻ എത്ര വീടുകൾ നടന്ന് ഒരാൾ 5 പൈസൻ്റെ പൈസ എനിക്ക് തന്നില്ല. നിങ്ങളാണ് എനിക്ക് ഒരു സഹായമായി തന്നത്. വലിയ വലിയ മാളികപ്പേരയിലൊക്കെ ഞാൻ പോയി. ഇന്നെ കാണുമ്പോൾ എല്ലാവരും വാതിലടക്കാണ്. നിങ്ങളാണ് ഇത്രയും വലിയൊരു പൈസ എനിക്ക് തന്നത്. പഠിച്ചോനെ. أمر الله فلا تستعجلوا سبحانه وتعالى ما يشركون نزل الملائكة بروح بأمره على من يشاء من عباده أن ينذروا أنه لا إله إلا أنا فاتقون. السلام عليكم. وعليكم السلام ورحمة الله. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം ഒരു അത്യാവശ്യ കാര്യം വേണ്ടി വന്നതാണ്. ഒരു മിനിറ്റ്. ആയിക്കോട്ടെ. സുഖാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളാ തോട്ടിൻ്റെ അക്കരെയുള്ള പള്ളിയില്ലേ, പുതിയ പള്ളി. അപ്പം ഞാൻ ഇന്നലെ തറാവിനെ അവിടെ നിസ്കരിക്കാൻ വേണ്ടി കയറിയത്. എൻ്റെ പൊന്ന് കരീമേ, നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇതിനിടല്ലോ എല്ലാവരും അങ്ങോട്ട് വിയർത്ത് കുളിച്ചൊരു പരുവത്തിലായി. അപ്പം ഞാൻ പൻ്റെ അടുത്ത് വന്ന ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, അനക്ക് പഠിച്ചോ അതിനുള്ള കഴിവ് വന്നിട്ടുണ്ട്. ഒരു AC ഈ റമദാൻ്റെ പുണ്യം വിചാരിച്ചിട്ട് ഒരു AC ആ പള്ളിയേക്ക് മേടിച്ചു കൊടുക്കണം. എല്ലാം നമ്മുടെ മൂസട്ടില്ല വരണത്. നമ്മളെ പറമ്പിൽ അവിടുത്തെ തേങ്ങ ഇട്ടിരുന്നു. അപ്പൊ അത് പൊളിച്ചിട്ടും പിന്നെ തേറ്റുകോയിലും ഒക്കെ പാടെ കൂടിട്ട് കേച്ചിട്ടുള്ള ബാക്കി പൈസയാണ്. ഇതാ 10,500 ഉണ്ടായിരുന്നു. അതിൽ ഒരു 500 റുപ്യ ഞാൻ എടുത്തിരുന്നു. അതെന്ത് സമ്പ്രദായം? അല്ല മൂസോട്ടിയെ, 10-18 കൊല്ലായല്ലോ, ഈ കാലില്ലാത്തൊരു കാര്യം. അതൊക്കെ പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ. എന്ത് അത്യാവശ്യം? എന്നോട് ചോദിക്കണ്ടേ? അനക്ക് ശമ്പളം തരണില്ലേ? ഇല്ലേ? പീടിയെ പോകുമ്പോ ഓളെടുത്താ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എന്തെടുത്താലും ഒരാളെ ഹക്കിനോട് ചോദിക്കണ്ട. എൻ്റെ മുതൽ എന്നോട് ചോദിക്കാണ്ട് എങ്ങനെ എടുക്കുക? നീ മേലെ ആവർത്തിക്കരുത് കേട്ടാ. 500 എടുത്ത്. ഒരു കാര്യം ചെയ്തോ, ആ 100 അനക്ക് സക്കാത്തും കയറ്റാൻ പൊരുത്തപ്പെട്ടു. ബാക്കി 400 തരണം കേട്ടാ. പെരുന്നാളിന്റെ മുമ്പ് തരട്ടാ.
എന്നാ വയ്ക്കോ. ആ അസ്സലാമലൈക്കും. വലൈക്കും സലാം. വലൈക്കും അസ്സലാം. ആ കരീമേ, എനക്ക് പടച്ചോനെ ഒരുപാട് സ്വത്ത് എനിക്ക് തന്നിട്ടുണ്ട്. ഏക്കർ കണക്കിൽ സ്ഥലവും തന്നിട്ടുണ്ട്. എന്നിട്ട് ആ പാവപ്പെട്ടവൻ്റെ അടുത്ത് ആ 500 ഉറുപ്പിൻ്റെ 100 ഉറുപ്പ്യ സക്കാത്തും 400 ഉറുപ്പ്യ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ആ ഒരു 500 ഉറുപ്പ്യ എനിക്ക് സക്കാത്തായി കൊടുത്തിട്ട് എനിക്ക് എന്താ വരാൻ പോകുന്നത്? ഇത് നേരത്തെ AC കാര്യം പറഞ്ഞില്ലേ? അതെ. ബിസ്മില്ലാ. 500 എൻ്റെ വക, ബാക്കിയുള്ളത് അവിടെ പിരിച്ചോ. ദാരിദ്ര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നതാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു എനിക്ക് സമ്പത്ത് വാരിക്കോരി തന്നു, പക്ഷേ സന്താനങ്ങൾ തന്നില്ല. അത് പടച്ചോൻ്റെ വിധി അങ്ങനെയാണ്. ആ മൂസക്കുട്ടി ഉണ്ടല്ലോ, 10-20 കൊല്ലമായി അവന് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 4-5 പെൺകുട്ടികളുണ്ട്. ഇതൊന്നും മനസ്സ് വെച്ചാണ്ടല്ലോ ഓനക്കൊരു വീടാവും ചെയ്യും. ഈ കഴിഞ്ഞേ ചന്ദനകുടം നേർച്ചൊക്കെ ഉണ്ടല്ലോ, 2 ക്ലബിന് 50,000 ഉറുപ്പിക്കാണ്ട് കൊടുത്തില്ലേ? ആ കുട്ടികൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികളാണ്. അവർ വന്ന് ചോദിച്ചാൽ എനിക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതില്ലെങ്കിൽ എനിക്കാണ് അതിൻ്റെ മോശം. എല്ലാ കൊല്ലും 26-ന് 10 ഉറുപ്പിയുടെ കറൻസി കൊടുക്കുന്നതല്ല സക്കാത്ത്. എൻ്റെ സ്വത്തിൻ്റെ 2.5% ഈ സക്കാത്ത് കൊടുക്കണം. പാവപ്പെട്ടവൻ്റെ അവകാശമാണ് സക്കാത്ത്. ആ സക്കാത്തിന് അർഹനായിട്ടുള്ള ഒരാളാണ് ഇപ്പം ഇറങ്ങിപ്പോയത്. മറ്റുള്ളവർ നിന്നെ കുളിപ്പിക്കുകയും നിനക്ക് വേണ്ടി നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരാറുണ്ട്. നിന്നെ സ്നേഹിച്ചവരും നിന്നെ പുകഴ്ത്തിയവരും 3 പിടി മണ്ണ് വാരിയിട്ട് നിന്നെ തനിച്ചാക്കി തിരിച്ചു പോരുന്നൊരു ദിവസമുണ്ട്. നിന്റെ സകല സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് 6 അടി മണ്ണിൽ ഇരുണ്ട കബറിൽ നീ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമേ കരീമ എനിക്ക് കൂട്ടിയിട്ടുണ്ടാവുള്ളൂ. തീർച്ചയായും പടച്ചോനായിട്ട എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ച്. സംസോ, നമ്മുടെ മൂസക്കുട്ടി താമസിക്കുന്ന സ്ഥലമില്ലേ, അപ്പോൾ ഓക്കെടുക്ക കുറെ നാളതിൻ്റെ പുറകെ നടക്കണം. അത് എടുക്കുക പറഞ്ഞിട്ട് ഞാൻ എടുക്കണം എന്നുള്ള താല്പര്യമൊന്നും ഇല്ല എനിക്ക്. പക്ഷെ നമ്മളെ മൂസക്കുട്ടിക്ക് വാടകയിൽ താമസിക്കുന്നത്, ആ സ്ഥലം ഞാൻ എടുക്കണം. അത് ഓൻ്റെ പേരിൽ തന്നെ എഴുതി കൊടുക്കും. പിന്നെ പറഞ്ഞ AC കാര്യം എത്ര പൈസയും വേണ്ടില്ല, ഞാൻ അതിനെ തരാം. അൽഹംദുലില്ലാഹ്.